ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഓം ഭഗവതേ നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ. ശ്രീ ചൈതന്യ ചരിതാമൃതം ഹരേ ആദിലീല അധ്യായം 11 നിത്യാനന്ദ പ്രഭുവിൻ്റെ വിസ്തരണങ്ങൾ. ശ്ലോകങ്ങൾ 1 മുതൽ 8 വരെയുള്ള ശ്ലോകം. ശ്ലോകം 1. നിത്യാനന്ദ പദാംബോജ ഭൃംഗാൻ പ്രേമ മധൂന്മദാൻ നത്വാഖിലാൻ തേഷു മുഖ്യാ ലിഖ്യന്തേ കതിജന്മയാ. നിത്യാനന്ദ പദാംബോജ ഭൃംഗാൻ പ്രേമ മധൂന്മദാൻ നത്വാഖിലാൻ തേഷു മുഖ്യാ ലിഖ്യന്തേ കദചിന്മയാ. നിത്യാനന്ദ പദാംബോജ ഭൃംഗാൻ പ്രേമ മധുന്മദാൻ നക്വാഖില തേഷു മുഖ്യാ നിഖ്യന്തേ കദചിന്മയാ. ഹരേ കൃഷ്ണ. നിത്യാനന്ദ പദാംബോജ ഭൃംഗാൻ പ്രേമ മധുന്മദാൻ നത്വാഖിലാൻ തേഷു മുഖ്യ ലിഖ്യന്തേ കതിചിന്മയാ. പദാനുപദാർത്ഥം. നിത്യാനന്ദന്റെ പദാംബുജങ്ങളിൽ ഭൃംഗാൻ മൂളുന്ന വണ്ട് പ്രേമ ഭഗവത് പ്രേമത്തിന്റെ ഉന്മത്തമായി നത്വ പ്രണമിക്കുന്നു അഖിലാൻ അവർക്കെല്ലാം തേഷു അവരിൽ മുഖ്യമായത് ലിഖ്യന്തേ വിവരിക്കാൻ കതിച്ചിത് അവയിൽ ചിലത് മയ എന്നാൽ. വിവർത്തനം ശീല ഭക്തിവേദാന്ത സ്വാമി ശീല പ്രഭുപാദ് മഹാരാജ് കി ജയ്. നിത്യാനന്ദ പ്രഭുവിന്റെ പാദാംബുജങ്ങളിൽ നിന്ന് മധു ശേഖരിക്കുന്ന തേർവണ്ടുകളെ പോലുള്ള അവിടുത്തെ എല്ലാ ഭക്തന്മാരെയും പ്രണമിച്ചതിനു ശേഷം അവരിൽ ഏറ്റവും പ്രമുഖരായവരെ പറ്റി ഞാൻ വിവരിക്കാൻ ശ്രമിക്കട്ടെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്ലോകം 2. ജയ ജയ മഹാപ്രഭു ശ്രീകൃഷ്ണ ചൈതന്യ തൻഹാരാ ചരണാശ്രിതായേ സേ ധന്യ. ജയ ജയ മഹാപ്രഭു ശ്രീകൃഷ്ണ ചൈതന്യ തൻഹാരാ ചരണാശ്രിതേ സേ ധന്യ. ജയ ജയ മഹാപ്രഭു ശ്രീകൃഷ്ണ ചൈതന്യ തൻഹാരാ ചരണാശ്രിതേ തേ സേ ധന്യ. നീലാംബര പ്രഭു. ഹരേ കൃഷ്ണ. പദാനുപദ വിവർത്തനം. ജയ ജയ എല്ലാ സ്തുതികളും മഹാപ്രഭുവിന്. ശ്രീകൃഷ്ണ ചൈതന്യ കൃഷ്ണ ചൈതന്യൻ എന്നറിയപ്പെടുന്ന താൻഹാര ചരണ ആശ്രിത അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ ശരണം പ്രാപിച്ച ഏതൊരുവനും സേ ആകുന്നു ധന്യ. നിവർത്തനം ശ്രീലാ പ്രഭുപാദ്. എല്ലാ സ്തുതികളും ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്. അവിടുത്തെ തൃപ്പാദങ്ങളിൽ ശരണം പ്രാപിച്ചിട്ടുള്ള ഏതൊരുവനും ധന്യനാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്ലോകം 3. ജയ ജയ ശ്രീ അദ്വൈത ജയ നിത്യാനന്ദ ജയ ജയ മഹാപ്രഭുരാ സർവഭക്തവൃന്ദ. ജയ ജയ ശ്രീ അദ്വൈത ജയ നിത്യാനന്ദ ജയ ജയ മഹാപ്രഭുരാ സർവഭക്തവൃന്ദ. ജയ ജയ ശ്രീ അദ്വൈത ജയ നിത്യാനന്ദ ജയ ജയ മഹാപ്രഭുരാ സർവഭക്തവൃന്ദ. രമണി മാജി. രമണിമാജി മ്യൂട്ടാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ജയ ജയ എല്ലാ പദാനുപദാർത്ഥം. ജയ ജയ എല്ലാ സ്തുതികളും ശ്രീ അദ്വൈത ആചാര്യന്. ജയ എല്ലാ സ്തുതികളും നിത്യാനന്ദ ഭഗവാൻ ശ്രീ നിത്യാനന്ദ പ്രഭുവിന്. ജയ ജയ എല്ലാ സ്തുതികളും മഹാപ്രഭുര ഭഗവാൻ ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ സർവ എല്ലാം ഭക്തന്മാർ. വിവർത്തനം ശ്രീല ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ് മഹാരാജ് കി ജയ്. അദ്വൈത പ്രഭുവിനും നിത്യാനന്ദ പ്രഭുവിനും ചൈതന്യ മഹാപ്രഭുവിന്റെ സർവഭക്തന്മാർക്കും എല്ലാ സ്തുതികളും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്ലോകം 5. ശ്രീ നിത്യാനന്ദ ക്ഷേര സ്കന്ദ ഗുരുതര താഹാത്തെ ജന്മീല ശാഖാ പ്രകാശ്. ഹരേ കൃഷ്ണ പ്രഭു. ശ്ലോകം 4.
तस्य श्रीकृष्णचैतन्य सत्प्रेमामरा शाखिनां ऊर्ध्वा स्कन्द अवधूतेदो शाखारूपान् गणान् नुमाम् तस्य श्रीकृष्णचैतन्य सत्प्रेमामर शाखिनां ऊर्ध्वा स्कन्दवाद् अवधूतोन्दो शाखारूपान् गणान् नुमाम् तस्य श्रीकृष्णचैतन्य सत्प्रेमामर शाखिनां ऊर्ध्वा स्कन्द अवधूतेन्दो शाखारूपान् गणान् नुमाम् ഗീതാമാജി. കൃഷ്ണ തസ്യ അദ്ദേഹത്തിന്റെ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു സത്പ്രേമ ശാശ്വത പ്രേമത്തിന്റെ അമര അനശ്വരമായ ശാഖിന വൃക്ഷത്തിന്റെ ഊർധ്വ ഉയർന്ന സ്കന്ദ ശാഖ അവധൂത ഇന്തോ ശ്രീനിത്യാനന്ദന്റെ ശാഖാരൂപാൻ വിവിധ ശാഖകളുടെ രൂപത്തിൽ ഗണാൻ ഭക്തന്മാർക്ക് പ്രണാമങ്ങൾ. വിവർത്തനം. ശ്രീകൃഷ്ണ ചൈതന്യ മഹാപ്രഭു ആകുന്ന അനശ്വര പ്രേമ വൃക്ഷത്തിന്റെ ഏറ്റവും ഉന്നതമായ ശാഖ ശ്രീ നിത്യാനന്ദ പ്രഭുവാണ്. ആ ശാഖയുടെ എല്ലാ ഉപശാഖകൾക്കും ഞാൻ എന്റെ സാദര പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. 5 ശ്രീ നിത്യാനന്ദ വൃക്ഷേര സ്കന്ദ ഗുരുതരാം താഹാത്തെ ജന്മിനാ ശാഖാ പ്രകാശകാ വിസ്തരാം. ശ്രീ നിത്യാനന്ദ വൃക്ഷേര സ്കന്ദ ഗുരുതരാം താഹാത്തെ ജന്മിനാ ശാഖാ പ്രശാഖാ വിസ്തരാം. ശ്രീ നിത്യാനന്ദ വൃക്ഷേര സ്കന്ദ ഗുരുതരാം താഹാത്തെ ജന്മിനാ ശാഖാ പ്രശാഖാ വിസ്തരാം. ഹരേ കൃഷ്ണ. ശ്രീ നിത്യാനന്ദ വൃക്ഷേര സ്കന്ദ ഗുരുതര താഹാദേ ജന്മില ശാഖ പ്രശാഖ വിസ്തര. പദാനുപദാർത്ഥം. ശ്രീ നിത്യാനന്ദ വൃക്ഷേര, ശ്രീ നിത്യാനന്ദൻ എന്നറിയപ്പെടുന്ന വൃക്ഷത്തിന്റെ സ്കന്ദ മുഖ്യശാഖ ഗുരുതര അത്യന്തം കനത്തത് താഹാദേ ആ ശാഖയിൽ നിന്ന് ജന്മില വളർന്നു ശാഖകൾ പ്രശാഖ ഉപശാഖകൾ വിസ്തര വിസ്തരമായി. വിവർത്തനം. ശ്രീല ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ് മഹാരാജ് കി ജയ്. ശ്രീ ആ ശാഖയിൽ നിന്ന് അനേകം ശാഖകളും ഉപശാഖകളും വരുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ശ്ലോകം 6. മാലാകരേര ഇച്ഛാ ജലേ ബാടേ ശാഖഗണാം പ്രേമഫൂലഫലേ ഭാരി ചൈലാ ഭുവനാം. മാലാകരേര ഇച്ഛാ ജാലേ ബാടേ ശാഖഗണാം പ്രേമഫൂലഫലേ ഭാരി ചൈലാ ഭുവനാം. മാലാകരേര ഇച്ഛാ ജലേ ബാടേ ശാഖഗണാം പ്രേമഫൂലഫലേ ഭാരി ചൈലാ ഭുവനാം. നീലാംബരപ്രഭു. ഹരേ കൃഷ്ണ. പദാനുപദ വിവർത്തനം. മാലാകരേര ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ ഇച്ഛാജലെ അദ്ദേഹത്തിന്റെ ഇച്ഛയുടെ ജലത്താൽ ബാഡെ വർദ്ധിച്ചു ശാഖാഗണ ശാഖകൾ പ്രേമ ഭഗവത് പ്രേമം ഫുലഫലെ പുഷ്പങ്ങളോടും ഫലങ്ങളോടും കൂടി ഭരി നിറയുക ചായില ആവരണം ചെയ്യപ്പെട്ടു ഭുവന ലോകം മുഴുവൻ. വിവർത്തനം. ശീല പ്രഭുപാദ് കി ജയ്. ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ ഇച്ഛയാൽ ജലദാനം നൽകപ്പെട്ട ഈ ശാഖകളും ഉപശാഖകളും അനന്തമായി വളരുകയും കൃഷ്ണ. അനന്തമായി വളരുകയും സമഗ്ര ലോകത്തെയും പല പുഷ്പങ്ങളാൽ മൂടുകയും ചെയ്തിരിക്കുന്നു. എന്താ പ്രഭു പറ്റിയ? ശ്ലോകം 7. അസംഖ്യ അനന്തഗണന കേകരുഗണന ആപാനാഷോഡിതേ കഹി മുഖ്യജനാം. അസംഖ്യ അനന്തഗണ കേകരുഗണനാം ആപാനാശോദിതേ കഹി മുഖ്യജനാം. അസംഖ്യ അനന്തഗണ കേകരുഗണനാം ആപാനാശോദിതേ കഹി മുഖ്യജനാം. രമണിമാജി. ഹരേ കൃഷ്ണ പ്രഭു. പദാനുപദാർത്ഥം. അസംഖ്യ അസംഖ്യം, അനന്ത അനന്തമായ, ഗണ ഭക്തന്മാർ,
കെ ആര്, കരു കഴിയുക, ഗണന എണ്ണുക, ആപന സ്വന്തം, ശോധിതേ പരിശുദ്ധീകരിക്കാൻ, കഹി പറയുന്നു, മുഖ്യവരായവരെ മാത്രം, ജന വ്യക്തികൾ. വിവർത്തനം ശ്രീല ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ് മഹാരാജ് കി ജയ്. ഭക്തന്മാരുടെ ഈ ശാഖകളും ഉപശാഖകളും അസംഖ്യവും അപരിമിതവുമാണ്. ആർക്കാണ് അവ എണ്ണാൻ കഴിയുക? എന്റെ ശുദ്ധീകരണത്തിനായി അവരിൽ ഏറ്റവും പ്രമുഖരുടെ മാത്രം സംഖ്യ കണക്കാക്കാൻ ഞാൻ ശ്രമിക്കാം. ഭാവാർത്ഥം ശ്രീല ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ് മഹാരാജ് കി ജയ്. ഒരുവൻ ഭൗതികമായ പേരിനോ പ്രശസ്തിക്കോ അല്ലെങ്കിൽ ലാഭത്തിനോ വേണ്ടി അതീന്ദ്രിയ വിഷയങ്ങളെക്കുറിച്ച് ഗ്രന്ഥങ്ങളോ ഉപന്യാസങ്ങളോ എഴുതരുത്. അതീന്ദ്രിയ സാഹിത്യം ഒരു മേലധികാരിയുടെ നിർദ്ദേശത്തിന് കീഴിൽ മാത്രം എഴുതപ്പെടണം. കാരണം അത് ഭൗതിക ലക്ഷ്യത്തിനായി ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളതല്ല. ഒരുവൻ മേലധികാരിയുടെ കീഴിൽ എഴുതാൻ ശ്രമിക്കുന്ന പക്ഷം അയാൾ പവിത്രീകരിക്കപ്പെടും. എല്ലാ കൃഷ്ണാവബോധ പ്രവർത്തനങ്ങളും സ്വന്തം പരിശുദ്ധീകരണത്തിന് വേണ്ടി ഏറ്റെടുക്കപ്പെടണം. അപ്നാശോധിതേ, ഭൗതികമായ നേട്ടത്തിന് വേണ്ടി ആകരുത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്ലോകം 8. ശ്രീ വീരഭദ്രഘോഷാണി സ്കന്ദ മഹാശാഖാ താണ്ഡ്ര ഉപശാഖാ യഥാ അസംഖ്യ താരേ രേഖാ. ശ്രീ വീരഭദ്രഘോഷാണി സ്കന്ദ മഹാശാഖാ താണ്ഡ്ര ഉപശാഖാ യഥാ അസംഖ്യ താരലേഖാ. ശ്രീ വീരഭദ്രഘോഷാണി സ്കന്ദ മഹാശാഖാ താണ്ഡ്ര ഉപശാഖാ യഥാ അസംഖ്യ താരലേഖാ. ഇസ്ലാമാജി. ഹരേ കൃഷ്ണ പ്രഭുജി, ഞാൻ എത്തിയിട്ടില്ല, ബുക്കില്ല. ഗീതാമാതാജി. ഹരേഷ. ശ്രീ വീരഭദ്ര ഗോസായി സ്കന്ദ തായ്തടിയുടെ, മഹാശാഖ ഏറ്റവും വലിയ ശാഖ, താണ്ഡ്ര അദ്ദേഹത്തിന്റെ, ഉപശാഖകൾ, യഥാ എല്ലാം, അസംഖ്യ എണ്ണമറ്റ, താര അതിന്റെ, ലേഖ വിവർത്തനം നിത്യാനന്ദ പ്രഭുവിന് ശേഷം ഏറ്റവും വലിയ ശാഖ വീരഭദ്ര ഗോസാനിയാണ്. അവിടുന്നും അസംഖ്യം ശാഖോപശാഖകളുണ്ട്. അവരെ എല്ലാം വിവരിക്കുക അസാധ്യമാണ്. ഭാവാർത്ഥം ശ്രീല ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് മഹാരാജ് കി ജയ്. ശ്രീല ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ തന്റെ അനുഭാഷ്യത്തിൽ എഴുതുന്നു, വീരഭദ്ര ഗോസാനി നിത്യാനന്ദ പ്രഭുവിന്റെ പുത്രനും ജാനവാദേവിയുടെ ശിഷ്യനുമായിരുന്നു. അവിടുത്തെ യഥാർത്ഥ മാതാവ് വസുധ ആയിരുന്നു. ഗണോദേശ ദീപികയിൽ 67 അവിടുന്ന് ക്ഷീരോദകശായി വിഷ്ണുവിന്റെ ഒരവതാരമായി പറഞ്ഞിരിക്കുന്നു. അതിനാൽ വീരഭദ്ര ഗോസാനി ശ്രീ ചൈതന്യ മഹാപ്രഭുവിൽ നിന്ന് അഭിന്നനാണ്. ഹുഗ്ലി ജില്ലയിലെ ജാമടപൂരം എന്ന ഗ്രാമത്തിൽ വീരഭദ്ര ഗോസാനിക്ക് യദുനാഥാചാര്യൻ എന്ന ഒരു ശിഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് 2 പുത്രിമാരുണ്ടായിരുന്നു. ശ്രീമതി എന്ന സ്വപുത്രിയും നാരായണി എന്ന ദത്തുപുത്രിയും. ഈ 2 പുത്രിമാരെയും വീരഭദ്ര ഗോസ്വാമി വിവാഹം ചെയ്തു. ഭക്തി രത്നാകരത്തിൽ 13-ാം തരംഗം അവരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വീരഭദ്ര ഗോസാനിക്ക് അവിടുത്തെ പുത്രന്മാരെന്ന പേരിൽ പ്രശസ്തരായ 3 ശിഷ്യന്മാരുണ്ടായിരുന്നു. ഗോപീചന വല്ലഭൻ, രാമകൃഷ്ണൻ, രാമചന്ദ്രൻ. ഇളയവനായ രാമചന്ദ്രൻ ശാണ്ഡില്യ വംശജനും വടവ്യാലൻ എന്ന കുടുംബപ്പേരുള്ളവനുമായിരുന്നു. അദ്ദേഹം ഗണ്ഡദഹയിൽ തന്റെ കുടുംബം സ്ഥാപിച്ചു. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ ഗണ്ഡദഹയിലെ ഗോസ്വാമിമാർ എന്നറിയപ്പെടുകയും ചെയ്തിരുന്നു. ഏറ്റവും മുതിർന്ന ശിഷ്യൻ ഗോപീചന വല്ലഭൻ വർദ്ധമാൻ ജില്ലയിലെ മാനഗര റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള ലത എന്നറിയപ്പെടുന്ന ഗ്രാമത്തിലാണ് വസിച്ചിരുന്നത്. 2ാമത്തെ ശിഷ്യൻ രാമകൃഷ്ണൻ മാലാദഹയ്ക്കടുത്തുള്ള ജയേശപുരം ഗ്രാമത്തിലാണ് വസിച്ചിരുന്നത്. ഈ 3 ശിഷ്യന്മാരും വ്യത്യസ്ത ഗോത്രങ്ങളിൽപ്പെട്ടവരും വ്യത്യസ്ത കുലനാമങ്ങളുള്ളവരും വിവിധ സ്ഥലങ്ങളിൽ താമസിച്ചിരുന്നവരും ആയിരുന്നതിനാൽ ഇവരെ വീരഭദ്ര ഗോസ്വാമിയുടെ സ്വന്തം പുത്രന്മാരായി അംഗീകരിക്കാനാവില്ലെന്ന് ശ്രീല ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ കാട്ടുന്നു. രാമചന്ദ്രന് 4 പുത്രന്മാരുണ്ടായിരുന്നു. രാധാമാധവനായിരുന്നു അവരിൽ മുതിർന്നത്. അദ്ദേഹത്തിന് 3ാമത്തെ പുത്രന്റെ നാമം യാദവേന്ദ്രൻ എന്നായിരുന്നു. യാദവേന്ദ്രന്റെ പുത്രൻ നന്ദകിഷോരനും നന്ദകിഷോരന്റെ പുത്രൻ നിധികൃഷ്ണനും പിന്നെ ചൈതന്യ ചാണ്ടൻ
കൃഷ്ണമോഹനൻ, ജഗൻമോഹനൻ, വ്രജനാഥൻ, ശ്യാമലാല ഗോസ്വാമി എന്നിങ്ങനെയാണ് ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ നൽകിയിട്ടുള്ള വീരഭദ്ര ഗോസ്വാമിയുടെ പിൻഗാമികളിലെ വംശാവലി പട്ടിക. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം ജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാഖയാം ചക്ഷുർമീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുധപദകമലം ശ്രീഗുരുन् വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണ ലളിതാ ശിവിശാഖാന്വിതാംശ്ച. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനേ. നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിസിദ്ധാന്ത സരസ്വതീ നാമിനേ. ശ്രീവാഷഭാനവീ ദേവി ദൈത്യായ കൃപാബ്ദയേ കൃഷ്ണസംബന്ധവിജ്ഞാനദായിനേ പ്രഭവേ നമഃ. മാധുര്യോജലപ്രേമാഢ്യാം ശ്രീരൂപാനുഗാ ഭക്തിദാം ഗൗരകരുണാശക്തിവിഗ്രഹായ നമസ്തുതേ. നമസ്തേ ഗൗരവാണി ശ്രീമൂർത്തയേ ദീനതാരിണേ രൂപാനുഗാ വിരുദ്ധപസിദ്ധാന്തദ്വന്ദ്വഹാരിണേ. നമോ ഭക്തിക്ഷോരായ സാക്ഷാൽ വൈരാഗ്യമൂർത്തയേ വിപ്രലംബരസാംബോധേ പാദാംബുജേ തേ നമഃ. നമ ഭക്തിവിനോദായ സച്ചിദാനന്ദനാമിനേ ഗൗരശക്തിസ്വരൂപായ രൂപാനുഗവരായ തേ. ഗൗരാവിർഭവഭൂമേസ്ത്വം നിർദ്ദിഷ്ട സജ്ജനപ്രിയാ വൈഷ്ണവസാർവഭൗമോ ശ്രീജഗന്നാഥായ തേ നമഃ. ശ്രീരൂപ സനാതന ഭട്ട രഘുനാഥ ശ്രീജീവ ഗോപാല ഭട്ടാം ദാസ രഘുനാഥ. യജായ ഘോഷായ കോരിചരൺ ബന്ധൻ ജഹാമോത വിഘ്നാനാശ് അഭീഷ്ടപൂരൺ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ മഹാവദന്യായ കൃഷ്ണപ്രേമപ്രദായതേ കൃഷ്ണായ കൃഷ്ണചൈതന്യനാമ്നേ ഗൗരത്തുഷേ നമഃ. പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപസ്വരൂപകം ഭക്താവതാരം ഭക്താഖ്യം നമാമി ഭക്തശക്തികം. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗൽപദേ ഗോപേശ ഗോപികാ കാന്ത രാധാ കാന്ത നമസ്തുതേ. ജയതാം സരിതോ പങ്കോർമമ മന്ദമദേ ഗതീ മത്സർവസ്വപദാംബോജോ രാധാ മദനമോഹനോ. ദിവ്യാവൃന്ദാരണ്യകൽപദ്രുമദാ ശ്രീമദ് രത്നാകര സിംഹാസനസ്ഥോ ശ്രീമദ് രാധാശീലഗോവിന്ദദേവപ്രേഷ്ഠാലിഭിः സേവ്യമാനോ സ്മരാമി. ശ്രീമൻ രാസരസാരംഭി വംശീവടത്തടസ്ഥിതഃ കർഷन् വേണുസുനൈർഗോപീ ഗോപിനാഥ ശ്രിയേതുനാം. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരീ ഋഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ ഹരേ. നിത്യാനന്ദ പദാംബോജ ഭൃംഗാൻ പ്രേമമധൂന്മദാൻ നത്വാഖിലാൻ തേഷു മുഖ്യാ ലിഖ്യന്തേ കഥിന്മയാ. After offering my obeisances unto all the devotees of Sri Nityananda Prabhu, who are like bumblebees collecting honey from his daughter's feet,
I shall try to describe those who are the most prominent. കൃഷ്ണ കഴിഞ്ഞ അധ്യായത്തിൽ ചൈതന്യ മഹാപ്രഭുവിൻ്റെ വൃക്ഷം, അതിൻ്റെ ശാഖകളും മഹാശാഖകളും ശാഖകളും ഉപശാഖകളും അതിൻ്റെ വിസ്തീർണമായിരുന്നു. ചൈതന്യ മഹാപ്രഭു ഒരു തോട്ടക്കാരനായിട്ട് കണക്കാക്കി. തോട്ടക്കാരൻ ഒരു മരം നട്ടു. ആ മരത്തിൽ നിന്ന് വലിയ വലിയ ശാഖകൾ വന്നു, ഉപശാഖകൾ വന്നു, കനികൾ വന്നു, പൂക്കൾ വന്നു, ഫലങ്ങൾ വന്നു. ഇതെല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഇതാണ് ഇപ്പറഞ്ഞ ശാഖ, ഈ ചൈതന്യ മഹാപ്രഭുവിൻ്റെ അസോസിയേറ്റ്സ്. അപ്പോൾ ചൈതന്യ മഹാപ്രഭുവിനെ സ്വയം ഈ വലിയൊരു ഈ മരത്തിൻ്റെ തടിയായി മാറുകയാണ്. മരത്തിൻ്റെ ഏറ്റവും വലിയ ആ തടി മഹാപ്രഭുവിനെ മാറും. ശാഖകൾ അദ്ദേഹത്തിൻ്റെ അസോസിയേറ്റ്സും ശിഷ്യന്മാരും. അപ്പോൾ അത് നമ്മൾ കണ്ടു കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ അല്ലെങ്കിൽ കഴിഞ്ഞ അധ്യായത്തിലൂടെ മനസ്സിലാക്കി. ചൈതന്യ മഹാപ്രഭുവിന് 2 സെറ്റ് ഓഫ് ഡിസൈപ്പിൾസ് ഉണ്ട്. ഒന്ന് മായാപൂർണവദ്വീപ അടിസ്ഥാനമാക്കിയിട്ടുള്ളത്, 2 പുരിയിലത്തേക്ക്. അപ്പോൾ അവരുടെ അസംഖ്യമാണ്, അവരുടെ ശാഖകൾ അസംഖ്യമാണ്, ഉപശാഖകൾ അസംഖ്യമാണ്. വളരെയധികം ഉന്നതരായിട്ടുള്ള ഭക്തന്മാരാണ്. അവരുടെ പേരുകൾ നമ്മൾ മനസ്സിലാക്കി. 3.5 കോൺഫിഡൻഷ്യൽ, ഏറ്റവും അടുപ്പമുള്ള ഹൃദയംഗമായിട്ടുള്ള 3 അസോസിയേറ്റ്സ് ചൈതന്യ മഹാപ്രഭുവിനുണ്ട്. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ മനസ്സിലാക്കി. എന്നിട്ട് അതിനുശേഷം നിത്യാനന്ദ പ്രഭുവിന്റെ വിസ്താരങ്ങളെ കുറിച്ചാണ് ഈ അധ്യായത്തിൽ തുടങ്ങുന്നത്. അപ്പോൾ നിത്യാനന്ദ പ്രഭു ചൈതന്യ മഹാപ്രഭുവിന്റെ വൃക്ഷത്തിന്റെ ഏറ്റവും ഉയർന്നായിട്ടുള്ള, ഏറ്റവും ഉന്നതമായിട്ടുള്ള ആദ്യത്തെ ശാഖയാണ്. ചൈതന്യ മഹാപ്രഭു ആ മരത്തിന്റെ തടിയാണെങ്കിൽ അതിനെ ഏറ്റവും ഉയരത്തിലേക്ക് എന്ന ഏറ്റവും ശക്തിയായിട്ടുള്ള ശാഖയാണ് നിത്യാനന്ദ പ്രഭു. ആ നിത്യാനന്ദ പ്രഭു സ്വയം ഭഗവാൻ തന്നെയാണ്. അദ്ദേഹത്തിന്റെ കാൽപാദങ്ങളിരിക്കുന്ന തേൻ നുകരാനായിട്ട് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാര് എപ്പോഴും കാലിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ അവർ ധാരാളം ഉണ്ട്. അതങ്ങനെ നിത്യാനന്ദ പ്രഭുവിന്റെ ശിഷ്യന്മാരായിട്ടുള്ള നിത്യാനന്ദ പ്രഭുവിന്റെ കാൽപാദങ്ങളിൽ മാത്രം ആശ്രയം നേടിയിട്ടുള്ള ഒട്ടനവധി ശിഷ്യന്മാർ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതില് പ്രമുഖരായിട്ടുള്ള ആൾക്കാരുടെ മാത്രം ഞാൻ പേരെടുക്കാം എന്നാണ് കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി പറഞ്ഞത്. കാരണം അതിന് അവസാനമില്ല. കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ മനസ്സിലാക്കി, ആദിശേഷൻ എത്രയോ യുഗങ്ങളായിട്ട് പറഞ്ഞാൽ പോലും ചൈതന്യ മഹാപ്രഭുവിന്റെ ശിഷ്യന്മാരുടെയും ആ ശിഷ്യന്മാരുടെ ഗുണങ്ങളെ കുറിച്ചിട്ടുള്ള വർണ്ണന ഒരിക്കലും നിൽക്കാൻ പോകില്ല. അപ്പൊ ആദിശേഷന് പോലും പറ്റാത്തൊരു കാര്യം തനിക്കെങ്ങനെ കഴിയും എന്നാണ് വളരെയധികം വിനീതഭാവത്തിലുള്ള കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി നമ്മൾ അറിയിക്കുന്നത്. എനിക്കൊണ്ട് അത് പറ്റില്ല. അതുകൊണ്ട് പ്രമുഖരായിട്ടുള്ള ആൾക്കാരുണ്ട്, അവരെ കുറിച്ച് ഞാൻ പറയാം. അപ്പോ പറയുന്നതിനേക്കാൾ മുമ്പ് സാധാരണ പോലെ തുടക്കം തന്നെ ചൈതന്യ മഹാപ്രഭുവിന്റെ കാൽപാദങ്ങൾ നമസ്കരിച്ചിട്ടാണ് എന്തും തുടങ്ങുള്ളൂ. അതിൽ യാതൊരു വ്യത്യാസമില്ല. എല്ലാ അധ്യായങ്ങളിലും അങ്ങനെ തന്നെയാണ്. ആദ്യം ചൈതന്യ മഹാപ്രഭുവിന്റെ പാദങ്ങൾ, പിന്നെ നിത്യാനന്ദ പ്രഭുവിന്റെ ഭാഗങ്ങള്, പിന്നെ ഷഡ് ഗോസ്വാമിമാരുടെ പാദങ്ങള്, അങ്ങനെ അനന്തമായിട്ടുള്ള വൈഷ്ണവരുണ്ട്, അവരുടെ എല്ലാം പാദങ്ങള്. ഇവിടെ നിന്ന് നമസ്കരിച്ച് ഇങ്ങനെയാണ്: ജയ ജയ മഹാപ്രഭു ശ്രീകൃഷ്ണ ചൈതന്യ തൻഹാര ചരണാശിതായേ സേ ധന്യ. All glories to Sri Chaitanya Mahaprabhu. Anyone who has taken shelter at his lotus feet is glorious. ചൈതന്യ മഹാപ്രഭു സ്വയം ഭഗവാനാണ്. പക്ഷെ ആരാണോ ചൈതന്യ മഹാപ്രഭുവിന്റെ ചരണത്തിന് ആശ്രയിച്ചവർ അവർ വളരെ ധന്യരാണ്. സാധാരണ ആൾക്കാരൊന്നും നമുക്കറിയാം ആത്മീയ ലോകത്തിൽ പ്രവേശിക്കില്ല. ആത്മീയ ലോകത്തിൽ പ്രവേശിച്ചാൽ തന്നെ അതിൽ വളരെയധികം ഉയർന്ന തലമായിരിക്കുന്ന ഭഗവത്ഗീതയും ശ്രീമദ് ഭാഗവതവും ശരിയായ രീതിയിൽ പഠിക്കില്ല. ഇനി അതെല്ലാം കഴിഞ്ഞാണെങ്കിൽ ഇപ്പം ഭാഗവതം ഭഗവത്ഗീത ഒക്കെ പഠിച്ചു കഴിഞ്ഞു, എന്നാൽ പോലും അവർക്ക്
ചൈതന്യ ചരിതാമൃതം, ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ചിട്ടുള്ള നിത്യലീലകള്, അദ്ദേഹത്തിന്റെ ടീച്ചിങ്സ്, ശിക്ഷ, ഇതിനെക്കുറിച്ച് അറിയാൻ താല്പര്യം ആൾക്കാർ വളരെ കുറവാണ്. അതുകൊണ്ട് ചുരുക്കം ആൾക്കാര് ചൈതന്യ മഹാപ്രഭുവിന്റെ ചരണങ്ങളെ ആശ്രയിക്കുന്ന ആൾക്കാരുണ്ട്. അവരെ വളരെ ധന്യരാണ്. കാരണം വളരെ റയറാണ് അവരെല്ലാം. അതുകൊണ്ട് അവർ ധന്യരാണ്. അപ്പൊ അതുകൊണ്ടാണ് ചൈതന്യ മഹാപ്രഭു ഈ വൃക്ഷം ഉണ്ടാക്കുകയും ഈ വൃക്ഷത്തിരിക്കുന്ന ഫലങ്ങൾ മുഴുവൻ ലോകം മുഴുവൻ വിതരണം ചെയ്യണം എന്ന ഒരു പ്രഖ്യാപനം. അങ്ങനെ ലോകത്തിരിക്കുന്ന എല്ലാ മുക്കിലും മൂലയിലും എൻ്റെ പേരുകൾ അറിയപ്പെടും, എൻ്റെ പേര് അറിയപ്പെടും. ആ ഉദ്ദേശത്തോടുകൂടിയാണ് ഈ മരം അദ്ദേഹം നട്ടത്. അപ്പൊ ഏതായാലും ചൈതന്യ മഹാപ്രഭുവിന്റെ ചരണങ്ങളെ അഭയം പ്രാപിച്ച ആൾക്കാർക്ക് ആദ്യം കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി നമസ്കാരം പറയുന്നു. ജയ ജയ ശ്രീ അദ്വൈത, ജയ നിത്യാനന്ദ, ജയ ജയ മഹാപ്രഭു സർവഭക്തവൃന്ദ. Then all glories to Shri Advaita Prabhu, Nityananda Prabhu, and all the devotees of Lord Chaitanya Mahaprabhu. Chaitanya Bhaktavrinda. സകല ആൾക്കാർക്കും മെയിനായിട്ടുള്ള പഞ്ചതത്വം തന്നെയാണ് ചൈതന്യ മഹാപ്രഭു, നിത്യാനന്ദ പ്രഭു, അദ്വൈതാചാര്യ, ഗദാധര, ശ്രീവാസ, ഇവരെല്ലാം മുഖ്യരാണ്. അവരടക്കമുള്ള ഭക്തവൃന്ദ, അതും അസംഖ്യമാണ്, നമുക്ക് എണ്ണിയാത്തിരാതാണ്. അപ്പൊ അവർക്കെല്ലാം നമസ്കാരങ്ങൾ അർപ്പിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അടുത്ത ശേഷം നിത്യാനന്ദ പ്രഭു നേരത്തെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ബ്രാഞ്ചാ പറഞ്ഞു, അത് ഇതിൽ പറയുന്നുണ്ട്. തസ്യ ശ്രീകൃഷ്ണ ചൈതന്യ സത് പ്രേമാമരശാഖിന ഊർധ്വാ സ്കന്ദ അവധൂതേന്ദു ശാഖരൂപാൻ ഗണാൻ നമഃ. Sri Nityananda Prabhu is the topmost branch of the indestructible tree of eternal law of Godhead, Sri Krishna Chaitanya Mahaprabhu. I offer my respectful obeisances to all the sub-branches of that topmost branch. ആ ശാഖ ചൈതന്യ മഹാപുരുഷത്തിന്റെ ഏറ്റവും ഉന്നത തലത്തിലുള്ള ശാഖയാണ് നിത്യാനന്ദ പ്രഭു. അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് പുറത്തു വരുന്ന ഉപശാഖകളായിരുന്ന അദ്ദേഹത്തിന്റെ ഡിവോട്ടീസ്, അദ്ദേഹത്തിന്റെ അസോസിയേറ്റ്സ്, അദ്ദേഹത്തിന്റെ ഡിസൈപ്പിൾസ്, ഇവർക്കെല്ലാം വിനീത നമസ്കാരങ്ങൾ അർപ്പിച്ചുകൊണ്ടാണ് കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി പറയുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ചൈതന്യ മഹാപ്രഭുവിന്റെ നിത്യാനന്ദ പ്രഭുവിന്റെ ശാഖ ഏറ്റവും വലുതാണ്, ഏറ്റവും പ്രമുഖമാണ് എന്തുകൊണ്ട് പറയുന്നു? അതടുത്ത ശ്ലോകത്തിൽ പറഞ്ഞു. ശ്രീ നിത്യാനന്ദ ക്ഷേര സ്കന്ദ ഗുരുതര താഹാത്തെ ജന്മില ശാഖ പ്രകാശ് പ്രശാഖ വിസ്തര ശാഖ പ്രശാഖ വിസ്തര. Sri Nityananda Prabhu is an extremely heavy branch of the Chaitanya tree. From that branch grew many branches and sub-branches. ഏറ്റവും ഘനമുള്ള ശാഖയാണ് നിത്യാനന്ദ പ്രഭു ശാഖ. ഘനമുള്ളതുകൊണ്ടും ശക്തിയുള്ളതുകൊണ്ടും അതിൽ നിന്ന് ധാരാളം ഉപശാഖകൾ വന്നിട്ടുണ്ട്. നമ്മൾ കാണാറുണ്ട്, ഒരു മരം നോക്കിക്കഴിഞ്ഞാൽ ചില ശാഖകൾ വളരെ ശക്തമായിരിക്കും, അതിൽ ധാരാളം ഉപശാഖകൾ ഉണ്ടാവും. ചില ശാഖകൾ അത്രത്തോളം ശക്തമായിരിക്കില്ല, അതിൽ കുറവായിരിക്കും. ഇവിടെ പറയുന്നു ഏറ്റവും ഭാരമേറിയിട്ടുള്ള ഏറ്റവും ഘനമുള്ള ശാഖ നിത്യാനന്ദ പ്രഭുവിൻ്റെയാണ്. അതുകൊണ്ട് നിത്യാനന്ദ പ്രഭുവിൽ നിന്ന് ധാരാളം ഉപശാഖകളും പ്രവഹിച്ചു. അപ്പൊ ഇങ്ങനെ ഓരോ ശാഖകളും ഉപശാഖകളായിട്ട് ഇങ്ങനെ പറന്ന് ലോകം മുഴുവൻ അത് കവർ ചെയ്യും. അതുപോലെയാണ് എൻ്റെ ആ വിസ്തരണം നടക്കണം. പ്രത്യേകിച്ച് നിത്യാനന്ദ പ്രഭുവിന്റെ ശാഖയാണ് ഏറ്റവും വിശാലമായിട്ട് എന്താ പറയുക ആവരണം ചെയ്യുന്നുണ്ട്. മാലാ കേര ഇച്ഛാ ജലേ വടേ ശാഖാഗണ പ്രേമഫൂല ഫലേ ഭരി ചൈല ഭുവന. Watered by the desire of Chaitanya Mahaprabhu, these branches and sub-branches have grown unlimitedly and covered the entire world with fruits and flowers.
അപ്പോൾ ഈ വൃക്ഷം നട്ടതിൻ്റെ ഉദ്ദേശം, താല്പര്യം, ചൈതന്യ മഹാപ്രഭുവിൻ്റെ ഡിസയറാണ്, ഇച്ഛയാണ്. ലോകം മുഴുവൻ എൻ്റെ നാമം മുഴങ്ങണം എന്നുള്ള ചൈതന്യ മഹാപ്രഭുവിൻ്റെ ഇച്ഛയ്ക്ക് അനുസരിച്ചിട്ടാണ്. ഈ ഇച്ഛ എന്താണ് മനസ്സിലാക്കിക്കൊണ്ട് ഗുരുവിൻ്റെ ഇച്ഛ അല്ലെങ്കിൽ ഭഗവാന്റെ ഇച്ഛ മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് ശരിയായിട്ടുള്ള ഭക്തന്മാർ. അർജുനൻ അതാണ് ചെയ്തത്. കരിഷ്യേ വചനം തവ. അങ്ങ് ആഗ്രഹിക്കുന്നു ഞാൻ യുദ്ധം ചെയ്യണം എന്നാണെങ്കിൽ ഞാൻ യുദ്ധം ചെയ്യുന്നതായിരിക്കും. ഞാൻ യുദ്ധത്തിന് പുറകോട്ട് വരിക. നഷ്ടോ മോഹ സ്മൃതി വിവാഹം. എൻ്റെ മോഹമെല്ലാം ഇല്ലാതായി. എൻ്റെ സ്മൃതി, ഞാൻ അങ്ങയുടെ സേവകനാണ്. സേവകന്റെ കടമ എന്ന് പറഞ്ഞാൽ ഞാൻ ഭഗവാനെ സേവിക്കുക, യജമാനെ സേവിക്കുക എന്നതാണ്. അതുകൊണ്ട് അത് ഞാൻ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നു. അങ്ങയുടെ കൃപ കൊണ്ട് അക്ഷര ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ട് ഞാൻ അങ്ങ് പറയുന്ന അനുസരിക്കാൻ പൂർണ്ണ സമ്മതനാണ്. ഇതാണ് ഭക്തന്മാരുടെ ആറ്റിറ്റ്യൂഡ്. ചൈതന്യ മഹാപ്രഭുവിന്റെ ഇച്ഛ എന്തായിരുന്നു? ഈ വൃക്ഷം വളർന്ന് പന്തലിച്ച് ലോകം മുഴുവൻ ഇതിൽ നിന്ന് വരുന്ന പഴങ്ങൾ കൃഷ്ണപ്രേമമാകുന്ന ആ പഴങ്ങള് സകല ആൾക്കാർക്കും വിതരണം ചെയ്യണം. ചിലരുടെ ആഗ്രഹമല്ല, വലിയ ആഗ്രഹമാണ്. അപ്പൊ ഈ ആഗ്രഹം നടപ്പാക്കണമെങ്കിൽ അതിന് പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരാണ്. അതിൽ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള സ്വയം ഭഗവാനായിട്ടുള്ള ബലദേവൻ നിത്യാനന്ദ പ്രഭു തന്നെയാണ്. അപ്പോ നിത്യാനന്ദ പ്രഭുവിന്റെ ശാഖകള് വളരെയധികം വർദ്ധിക്കുകയാണ്. അത് എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയില്ല. അത് ശ്ലോകത്തിലുണ്ട്. അസംഖ്യ അനന്തഗണ ഹേ ഗരുഗണന ആപാന ശോധിതേ കഹി മുഖ്യ ജന. These branches and sub-branches of the devotees are innumerable and unlimited. Who could count them? For my personal purification, I shall try to enumerate only the most prominent among them. അസംഖ്യമാണ്, അതീതമാണ്, നമ്മുടെ നമുക്ക് അളക്കാൻ കഴിയുന്നതിനേക്കാൾ അളവുള്ളതാണ് ഈ സംഖ്യകള്. ഈ പറഞ്ഞ ഗൗരവത്തിന്റെ ഭക്തഗണങ്ങള്. അപ്പൊ അവരെ വർണ്ണിക്കാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ വർണ്ണിക്കാതെ മുഖ്യനായിട്ടുള്ള ആൾക്കാരെ കുറിച്ച് ഞാൻ വർണ്ണിക്കാം. പക്ഷെ ഇപ്പൊ അവരെ എന്താ വർണ്ണിച്ചിരുന്ന കാര്യം? എല്ലാം വർണ്ണിക്കണം, അവരെ വർണ്ണിക്കാം. അപ്പൊ ഇന്ദിരാവനെയും അവരെയും വർണ്ണിക്കണം. അപ്പൊ പറയേണ്ടത്, കാരണം വർണ്ണിക്കുന്നത് എൻ്റെ പേരിലും പ്രശസ്തിക്കുമല്ല, എൻ്റെ സ്വയം ആത്മീയമായിട്ടുള്ള ശുചിത്വത്തിന് വേണ്ടിയിട്ടും പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ടും അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആത്മീയമായിട്ടുള്ള ഗ്രന്ഥങ്ങൾ പഠിക്കുകയോ വായിക്കുകയോ അതിൽ ക്ലാസ് എടുക്കുകയോ അത് ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ ഒരു വ്യക്തിപരമായിട്ടുള്ള സന്തോഷത്തിനോ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള ഉന്നമനത്തിനോ മറ്റുള്ളവരുടെ മുമ്പിൽ താൻ എത്ര മഹാനാണ്, അങ്ങനെ ചിന്താഗതികള് ആശ്രയ സ്വാഭാവികളാണ് എന്ന് നമ്മൾ അധ്യായത്തിൽ മനസ്സിലാക്കി. ചെറുതായിട്ട് എന്തെങ്കിലും മനസ്സിലാക്കി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാരെ അവരെ ബഹുമാനിക്കുന്നു. ഇതിനെപ്പറ്റി അറിയില്ലാത്ത ആൾക്കാരെ അവർ വലിയൊരു ബഹുമാനിക്കുന്നുണ്ട്. അപ്പൊ തന്നെക്കാൾ ബഹുമാന്യരായിട്ടുള്ള ആൾക്കാർ, ആദരണീയമായിട്ടുള്ള ആൾക്കാര് ആരും തന്നെ ഇല്ല എന്ന് അവർ ചിന്തിക്കും. കാരണം അവര് എല്ലാ ആത്മീയത്തിന്റെയും ആത്മീയമായിട്ടുള്ള പ്രവൃത്തിയുടെയും ആത്യന്തികമായിട്ടുള്ള ഉദ്ദേശങ്ങളുടെ സ്വയം ശുദ്ധീകരണമാണ് എന്ന് മനസ്സിലാക്കുന്നു. എന്നാൽ മാത്രമേ നമ്മൾ ഒരു ആത്മീയ പുസ്തകത്തിന്റെ അന്തർഗതമായിരിക്കുന്ന അതിൻ്റെ മുഖ്യമായിട്ടുള്ള രസം എന്ന് മനസ്സിലാക്കി അത് പഠിക്കാൻ ശ്രമിക്കും. കുറച്ചാകുമ്പോഴേക്കും നമ്മൾ അതിനെപ്പറ്റി സംസാരിച്ചിട്ട്
നമ്മളേതാണ്ട് വലിയൊരു പൊസിഷനിൽ നിൽക്കുകയാണെന്ന് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ച് അവിടെ നിന്നെല്ലാം സ്തുതിപാഠങ്ങൾ ഏറ്റുവാങ്ങി തനിക്ക് കിട്ടിയ സ്തുതിപാഠങ്ങള് തന്റെ കഴിവിന്റെ അടിസ്ഥാനത്തിലാണ് തന്നെ ആൾക്കാരെ ശരിയായ രീതിയിൽ ബഹുമാനിക്കാൻ മനസ്സിലാക്കി താൻ വലിയൊരു ആളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർ തരുന്നതുകൊണ്ട് ഞാനിതിന് അർഹനാണ് എന്ന് വരെ വിശ്വസിക്കും. കാരണം അവിടെ ഉദ്ദേശം എന്തുകൊണ്ട് അവർ പറയുന്നു? അവിടെ ഇന്റേണൽ ആയിട്ട് പ്യൂരിഫിക്കേഷൻ വേണ്ടിയല്ല, ആന്തരികമായിട്ടുള്ള ശുദ്ധീകരണത്തിന് വേണ്ടിയില്ല, ബാഹ്യമായിട്ടുള്ള പൂജാപാഠത്തിന് വേണ്ടി, ബാഹ്യമായിട്ടുള്ള ആദരവ് ഏറ്റുവാങ്ങാൻ വേണ്ടിയാണ്. പക്ഷെ അതേസമയം യഥാർത്ഥമായിട്ടുള്ള എഴുത്തുകാരൻ, പ്രവാചകൻ അല്ലെങ്കിൽ ചെയ്യുന്നവരെ അവരെ സംബന്ധിച്ചോളം താൻ സ്വയം പ്യൂരിഫൈഡ് ആവണം. താൻ എന്ത് വായിക്കുന്നു, അതിനെന്ത് കുറിച്ച് എഴുതുന്നു, അതിനെക്കുറിച്ച് ക്ലാസ് കേൾക്കുന്നു, ആരൊക്കെ ചെയ്യുന്നു, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഉദ്ദേശം തൻ്റെ പ്യൂരിഫിക്കേഷൻ ആയിരിക്കണം മുഖ്യ ഉദ്ദേശം. അങ്ങനെ താൻ പ്യൂരിഫൈഡ് ആയി കഴിഞ്ഞാൽ അതുവഴി അനേകം ആത്മാക്കളെ മോചിപ്പിക്കാൻ പ്യൂരിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ള ചിന്തകളാക്കലാണ് വൈഷ്ണവൻ. വൈഷ്ണവന് പലപ്പോഴും സ്വയം പ്രദർശിപ്പിക്കാൻ ആഗ്രഹിക്കില്ല. അതിന്റെ ഉദ്ദേശം അതൊന്ന് പലപ്പോഴും പ്രശംസ പിടിച്ചു പറ്റാൻ വേണ്ടിയുള്ള ഒരു രീതിയാണത്. താൻ വലിയൊരു അത് അഡ്വർടൈസ്മെന്റ് പറയും, അതിന് മാർക്കറ്റിംഗ്, തന്നെ മാർക്കറ്റിംഗ്, തന്നെ കുറിച്ചുള്ള കാര്യങ്ങൾ അഡ്വർടൈസ് ചെയ്യും. ഇതിന് ആശ്രയ സ്വഭാവം ആൾക്കാരുടെ സ്വഭാവമാണ്. എന്നാൽ സത്വഗുണത്തിൽ കിടക്കുന്ന ശരിയായിട്ടുള്ള ഭക്തന്മാര് അവരെ ആഗ്രഹിക്കുന്നത് അതുവഴി തനിക്ക് പ്യൂരിഫിക്കേഷൻ ഉണ്ടാവണം, അതുവഴി മറ്റുള്ളവർ തിരിച്ചു പ്യൂരിഫിക്കേഷൻ ഉണ്ടാവും. താൻ പൂർണ്ണമായിട്ടും ശുദ്ധീകരിക്കപ്പെട്ടാൽ മാത്രമേ, അല്ലെങ്കിൽ നല്ലൊരു ശതമാനം ശുദ്ധീകരിക്കപ്പെട്ടാൽ മാത്രമേ തനിക്ക് ഭക്തിയെ പ്രചരിപ്പിക്കാൻ കഴിയുള്ളൂ എന്ന ഉത്തമ വിശ്വാസങ്ങളുണ്ട്. അതിനോട് വളരെ ഡെഡിക്കേഷൻ. അതായത് നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ സൈക്കിൾ ആഗ്രഹമുണ്ടെങ്കിൽ അതെങ്ങനെ സഹായിക്കാമെന്ന് മനസ്സിലാക്കാറുണ്ട്. അവർക്ക് സ്പിരിച്വൽ ജീവ കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടോ അതെല്ലാം ആവശ്യം. ഇത് ശരിക്കും ആത്മീയമായിട്ടുള്ള വളർച്ച മാത്രമേ എല്ലാവരും സഹായിക്കുള്ളൂ എന്ന് പറയുമ്പോൾ തനിക്ക് സ്വയം ആത്മീയം എന്താണെന്ന് മനസ്സിലാകണം. അതിൻ്റെ ഏറ്റവും സമ്പുഷ്ടിയായിട്ടുള്ള രീതിയിലുള്ള വിവരണങ്ങൾ മനസ്സിലാക്കിയിട്ട് എന്നിട്ട് വേണം പ്രചരിപ്പിക്കാൻ ശ്രമിക്കും. അതുകൊണ്ട് ഭൗതികമായ ശാസ്ത്രത്തെക്കാൾ ഒരു വ്യത്യസ്തമാണ് അഗ്നികരണം. സാക്ഷാത്കാരമുണ്ട്. ശ്രീ വീരഭദ്രഘോഷാണി സ്കന്ദമഹാശാഖ താണ്ഡ്ര ഉപശാഖ യഥാ സംഖ്യാതാരലേഖ. After Nityananda Prabhu, the greatest branch is Veerabhadra Goshani, who has been innumerable, who has also innumerable branches and sub-branches. It is not possible to count and describe them all. അതിനുശേഷം നിത്യാനന്ദന് ശേഷം വരുന്ന വലിയൊരു ബ്രാഞ്ച് നിത്യാനന്ദന്റെ ഇത് വരാൻ പോണേ ഉള്ളൂ. പക്ഷെ അവരുടെ ആരൊക്കെയാണ് ആ ബ്രാഞ്ച് വർക്കുന്ന ശിഷ്യന്മാരെന്ന് പറഞ്ഞേക്കാൻ മുമ്പ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ശിഷ്യനായിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും ആദ്യ മകനാണ്, അതിന്റെ ശിഷ്യനാണ് ശ്രീമതി ഗോസ്വാമി. അപ്പൊ അദ്ദേഹത്തിന്റെ നൈമിഷാനത്തില് നടന്ന കാര്യങ്ങള് കുറെ കാര്യം ഇവിടെ പറയുന്ന വീരഭദ്രഘോഷാണിയാണ് രണ്ടാമത്തെ ബ്രാഞ്ച്. അദ്ദേഹത്തിന്റെ വിസ്തരിക്കാൻ കഴിയില്ല. അപ്പോൾ എങ്ങനെയാണോ ശൂദാ ഗോസ്വാമി
നൈമിഷാരണ്യത്തിൽ വെച്ചിട്ട് ഭഗവാന്റെ ലീലകള്, ഭഗവാന്റെ ഭക്തന്മാരെ കുറിച്ച് വർണ്ണിക്കാൻ ശ്രമിച്ചത്. അതേപോലെ തന്നെയാണ് ദക്ഷിണാസ് കവിരാജ് ഗോസ്വാമി നിത്യാനന്ദ പ്രഭുവിന്റെയും വീരഭദ്ര ഗോസ്വാമിയുടെയും വശാകൾ എന്ന് പറയുമ്പോൾ ആ ഭക്തന്മാരും അവരുടെ ഭക്തന്മാരും അസോസിയേറ്റ്സ് ആണ് ഉദ്ദേശിക്കുന്നത്. അവരെ പറ്റിയിട്ട് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ നിത്യാനന്ദ പ്രഭുവിന്റെ അതിനെ കുറച്ച് നിർത്തിവെച്ച ശേഷം ഇങ്ങോട്ട് വരികയാണ് വേണ്ടി. അപ്പോൾ വീരഭദ്ര എന്ന് പറഞ്ഞ നിത്യാനന്ദ പ്രഭുവിന്റെ മകൻ തന്നെയാണ്, സ്വയം മകൻ. നിത്യാനന്ദ പ്രഭുവിന് 2 ഭാര്യമാരാണ്, ജാഹ്നവി ആൻഡ് വസുധ. വസുധയിൽ നിന്നാണ് നിത്യാനന്ദ പ്രഭുവിന് മക്കളുണ്ടാവുന്നത്. അതിന് മൂത്ത മകനാണ് വീരഭദ്ര ഗോസ്വാമി. വീരഭദ്ര ഗോസ്വാമി പക്ഷേ ശിഷ്യത്വം സ്വീകരിക്കുന്നത് ജാനകി മാതാജി. അപ്പോൾ വീരഭദ്ര ഗോസ്വാമിയെ കുറിച്ചുള്ള പ്രേമലേഖ അതിനോട് 2 പുസ്തകമുണ്ട്. അതിനെക്കുറിച്ച് വളരെയധികം ഡീറ്റെയിൽ ആയിട്ട് വീരഭദ്ര ഗോസ്വാമിയെ പറ്റി പറയുന്നുണ്ട്. വീരഭദ്ര ഗോസ്വാമിയുടെ ശിഷ്യന്മാരുടെ പ്രമുഖരായിട്ടുള്ള ആൾക്കാര് അല്ലെങ്കിൽ അദ്ദേഹം ഗൈഡൻസ് കൊടുത്ത ആൾക്കാരാണ് നരോത്തം ദാസ് ഠാക്കുര, രാമചന്ദ്ര, പിന്നെ ശ്രീനിവാസ. ഇവരെല്ലാം വീരഭദ്ര ഗോസ്വാമി അവർ തിരിച്ച് ബംഗാൾ വരുമ്പോൾ അവർക്ക് വേണ്ട ഉപദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും ഒക്കെ നൽകിയത് വീരഭദ്ര ഗോസ്വാമി. ഗൗണദേശ പ്രദേശത്തിലെ അദ്ദേഹം ഷിരുദു ഷായി വിഷ്ണുവായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോ അദ്ദേഹത്തിന്റെ വേറെ ശിഷ്യന്മാരെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ എന്നെ പുറപ്പെട്ട് കൊടുക്കുന്നുണ്ട്. യദുനാഥ ആചാര്യ എന്ന് പറയുന്ന ഒരു ശിഷ്യന്, അദ്ദേഹത്തിന് 2 പെൺമക്കളുണ്ട്. അത് വീരഭദ്ര ഗോസ്വാമിയുടെ ശിഷ്യനാണ് യദുനാഥാചാര്യ. ആ 2 കുട്ടികളെ പറ്റി പറയുന്നുണ്ട്. ശ്രീമതി എന്ന് പറയുന്ന യദുനാഥാചാര്യ സ്വന്തം മകളും, പിന്നെ അദ്ദേഹം എടുത്തു വളർത്തിയിട്ടുള്ള നാരായണി എന്ന് പറയുന്ന അവരെ കുറിച്ച് ഭക്തിരത്നാകര എന്ന് പറഞ്ഞ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഗ്രന്ഥമുണ്ട്. ഭക്തിരത്നാകര അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. വീരഭദ്ര ഗോസ്വാമി വേറെ 3 ശിഷ്യന്മാരുണ്ട്. അത് അദ്ദേഹത്തിന്റെ മക്കളുടെ സെലിബ്രേറ്റഡ് സൺസ്, മക്കളായിട്ട് കണക്കാക്കപ്പെടുന്നു. ഗോപീജനവല്ലഭ, രാമകൃഷ്ണ, രാമചന്ദ്ര. അതിൽ ഏറ്റവും ചെറുതായിട്ടുള്ള രാമചന്ദ്രനാണ്. രാമചന്ദ്രൻ ചണ്ഡീല കുലത്തിൽ വന്ന ആളാണ്. വട്ടവ്യാല എന്നാണ് അദ്ദേഹത്തിന്റെ സർനെയിം. അപ്പൊ അതിനെ കുടുംബം എന്ന് പറഞ്ഞ ഘടാദഹ എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ ഇരിക്കുന്ന ആൾക്കാരെല്ലാം ഘടാദഹ ഭൂസ്വാമിമാരായിട്ട് കണക്കാക്കുന്നു. ഏറ്റവും മൂത്ത ആള് ഗോപീജനവല്ലഭ. നമുക്കറിയാം ലത എന്ന് പറയുന്ന ഗ്രാമം, അത് ഭൂർദാൻ എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിലുള്ള മനകര റെയിൽവേ സ്റ്റേഷന് അടുത്താണ് ഈ ലത എന്ന ഗ്രാമം. അപ്പൊ ഇതെല്ലാം നമ്മൾ വിസ്തരിച്ചിട്ട് നമ്മുടെ ആചാര്യന്മാര് ഭക്തിവിനോദ ഠാക്കുര, ഭക്തി സിദ്ധാന്ത ഗോസ്വാമിമാര് വളരെയധികം ജിയോഗ്രഫിക്കലായിട്ടുള്ള വളരെയധികം ആക്യുറസി, വളരെ കൃത്യത കാണുന്നുണ്ട്. അപ്പൊ അതൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതൊന്നും ഉണ്ടാക്കി പറഞ്ഞ കാര്യങ്ങളല്ല. ഇതെല്ലാം ഒന്നുകിൽ അവരുടെ ആ വസ്തുദേശത്ത് അവരുടെ വീടുകൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ അവരെ ആ ഭാഗത്ത് കുറെ അമ്പലങ്ങൾ, ക്ഷേത്രങ്ങളിൽ പണിതുണ്ട്. കഴിഞ്ഞ അദ്ദേഹത്തിന് കുറേ മനസ്സിലാക്കി, കുറേയധികം ബംഗാൾ ഉടനീളം കുറേയധികം ബംഗ്ലാദേശ്, ഇപ്പോഴത്തെ ബംഗ്ലാദേശിലത്തെയാണ് അധികവും. അതുകൊണ്ടാണ് ബംഗ്ലാദേശിലെ ഇസ്കോൺ ഇത്രയും ആചാരം ലഭിക്കുന്നത്. കാരണം ധാരാളം
ഗ്രാമങ്ങള് ബംഗ്ലാദേശിലും ഈസ്റ്റ് ബംഗാൾ ആൻഡ് വെസ്റ്റ് ബംഗാൾ എന്ന് പറയുന്നു. അത് ധാരാളം ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും ഈ പറഞ്ഞ ശിഷ്യന്മാരും അവരുടെ വീടിലും അവരുണ്ടാക്കിയ അമ്പലങ്ങളും കൊണ്ട് നിറഞ്ഞിട്ടാണ്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഏറ്റവും ഉന്നതമായിട്ടുള്ള വൈഷ്ണവ സംസ്കാരമാണ് ബംഗാളിലുള്ളത്. അവിടെ എല്ലാം മുക്കിലും മൂലയിലും തന്നെയാണ്. ഇപ്പൊ കുറേയും പോയിട്ടുണ്ട്, എന്നാലും ഇപ്പോ വീണ്ടും തിരിച്ചു വരുന്നുണ്ട്. ഇസ്കാൻ വന്നതിന് ശേഷം അവിടെ പ്രവർത്തനങ്ങൾ കൊണ്ട് എല്ലാ ഗ്രാമങ്ങളിലും, ബംഗാളിൽ മാത്രമല്ല നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ്, മണിപ്പുര, നാഗാലാൻഡ്, അങ്ങനെ പറയുന്ന കുറേ സ്റ്റേറ്റ്സ് അവിടെ എല്ലാം പ്രവർത്തനമുണ്ട്. രണ്ടാമത്തെ മകൻ എന്ന് പറയുന്നത് രാമകൃഷ്ണ മാലനഹ ഈ സ്ഥലത്ത് ഗയേഷ്പുര ഗ്രാമം അവിടെയാണ്. അപ്പൊ ഇവരെല്ലാം നേരിട്ട് പല കുലങ്ങളും പല ഗോത്രങ്ങളും ആൾക്കാരാണ്. അതുകൊണ്ട് വീരഭദ്ര മഹാഘോഷാനിയുടെ നേരിട്ട് മക്കൾ എന്ന് പറയാൻ പറ്റും. പക്ഷെ അവര് മക്കളുടെ സ്ഥാനം തന്നെയാണ്. കാരണം അത്രയും അവര് വീരഭദ്ര ഘോഷാനി അവർക്ക് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടായിരുന്നു. മക്കളെ പോലെ തന്നെയാണ് അദ്ദേഹം പെരുമാറിയിട്ടുള്ളത്. പിന്നെ രാമചന്ദ്രന് 4 മക്കൾ പറയുന്നുണ്ട്. ഈ 4 മക്കളുടെ പേരുകൾ പറയുന്നുണ്ട്. പിന്നെ അതിനുശേഷം ആ തുടർച്ചയാണ് പിന്നെ കുറേയധികം തലമുറകൾ പറ്റി പറഞ്ഞത്. ഓരോരുത്തരുടെ ഗുരുശിഷ്യന്മാരൊക്കെ അവരെ സ്ഥലത്ത് അച്ഛനും മകനും കൂടിയാണ്. നന്ദകിഷോരുടെ മകൻ നിധികൃഷ്ണൻ എന്നുള്ളവരുടെ മകൻ ചൈതന്യചന്ദ്ര, അദ്ദേഹത്തിന്റെ കൃഷ്ണമോഹന, അതിനുശേഷം ജഗൻമോഹന, രജനാഥ, ശ്യാമളഗുരുസ്വാമി എന്ന് പറയുന്ന ജീനിയോളജി ടേബിൾ നിങ്ങൾ വെച്ചു കഴിഞ്ഞാൽ ഇവരെല്ലാം അവസാനം ഉറവിടം വരുന്നത് വീരഭദ്രനാണ്. അപ്പൊ മനസ്സിലാക്കാൻ വീരഭദ്ര ഭാഷയുടെ എത്ര ശാഖ എത്രയോ വലുതായിട്ട് വളർന്നിട്ടുണ്ട്, എത്ര പങ്കുവച്ചിട്ടുണ്ട് മനസ്സിലാക്കാൻ പറ്റും. ഈ അധ്യായങ്ങളും അതിനെ കുറിച്ചിട്ടാണ് അടുത്ത ക്ലാസ്സിൽ ഇത് മനസ്സിലാക്കാൻ പറ്റും. ഹരേ കൃഷ്ണ. Thank you very much. Panchakal Purusha